ലേവ്യ പുസ്തകം അധ്യായം 22. വിശുദ്ധതയും അർപ്പണത്തിന്റെ ശുദ്ധിയും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 22 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം പുരോഹിതന്മാർക്കും യാഗങ്ങൾക്കും ബന്ധപ്പെട്ട വിശുദ്ധ നിയമങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവം പറയുന്നു, പുരോഹിതന്മാർ അശുദ്ധമായിരിക്കുമ്പോൾ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. അവർ ശുദ്ധരായിരിക്കുമ്പോഴേ ദൈവസന്നിധിയിൽ സേവനം ചെയ്യാൻ കഴിയും. യാഗമായി അർപ്പിക്കുന്ന മൃഗങ്ങളെക്കുറിച്ചും ദൈവം നിർദ്ദേശങ്ങൾ നൽകുന്നു. അവയ്ക്ക് യാതൊരു ദോഷവുമില്ലാത്തവ ആയിരിക്കണം. കുരുട്, പരിക്കേറ്റത്, രോഗമുള്ളത് എന്നിവ അർപ്പിക്കരുത്. ഇതിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ദൈവത്തിന് നാം നൽകുന്നത് ഏറ്റവും മികച്ചതായിരിക്കണം. വിശുദ്ധനായ ദൈവത്തിന് അർപ്പിക്കുന്നത് ശുദ്ധവും സമ്പൂർണവുമായിരിക്കണം. ദൈവം തൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിയെ മാനിക്കാൻ നമ്മെ വിളിക്കുന്നു. ഇത് യാഗങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നമ്മുടെ സമയം, കഴിവുകൾ, സമ്പത്ത് എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മികച്ചതാകണം. പ്രിയരെ, ദൈവത്തിന് നാം കൊടുക്കുന്നത് ഒരു ഔപചാരികതയാകരുത്. അത് ഹൃദയപൂർവമായ സമർപ്പണമാകണം. പുതിയ നിയമത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ശുദ്ധവും വിശുദ്ധവുമായ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണ്. നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നാം ദൈവത്തിന് നമ്മുടെ മികച്ചതാണോ നൽകുന്നത്? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളെ ശുദ്ധ ഹൃദയത്തോടുകൂടി സമർപ്പിത ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.